ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഖ്യാശ്രേണികളെ പറ്റിയാണ്, അല്ലെങ്കിൽ നമ്പർ സീരീസുകളെ പറ്റിയാണ്. നമുക്കറിയാം ഒരുപാട് തരം സീരീസുകളുണ്ട് അല്ലേ, ഒരുപാട് തരം ശ്രേണികളുണ്ട്. അതിൽ നമ്മൾ കുറച്ച് സംഖ്യാശ്രേണികളാണ് പഠിക്കുന്നത്. കൂടെ നമ്മൾ അക്ഷരശ്രേണിയെ പറ്റി പഠിക്കുന്നുണ്ട്. അതിൽ 2 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അഭാജ്യ സംഖ്യകളുടെ ശ്രേണിയാണ്. അതാണ് ടൈപ്പ് 1 നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു, ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിച്ചായിരുന്നു അല്ലേ. എന്താണ് ഒരു അഭാജ്യ സംഖ്യ? ഇവിടെ പറയുന്നത് ആദ്യത്തെ പോയിന്റ് അതാണ്. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രമാണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് എന്ത് വിളിക്കാം? അഭാജ്യ സംഖ്യ എന്ന് വിളിക്കാം. ഘടകങ്ങൾ ഒന്നും ആ സംഖ്യ മാത്രമാണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് അഭാജ്യ സംഖ്യ എന്ന് വിളിക്കാം. അതായത് അഭാജ്യ സംഖ്യയുടെ ശ്രേണികളെയാണ് നമ്മൾ ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ സംഖ്യയിൽ ഇവിടെ ഇപ്പോൾ 19 വരെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അടുത്ത സംഖ്യ ഏതാണ് വരിക? അടുത്ത അഭാജ്യ സംഖ്യയാണ് വരിക. ഇവിടെ 19ന് ശേഷമുള്ളത് അഭാജ്യ സംഖ്യ ഏതാണ്? 20 അല്ല അല്ലേ. 20ന് വേറെയും ഘടകങ്ങളുണ്ട്. 21 അല്ല. 21ന് 1ഉം 21ഉം കൂടാതെ ഘടകങ്ങളുണ്ട്. 22 അല്ല. പിന്നീട് ഏതാണുള്ളത്? 23 ആണ്. അപ്പോൾ 19ന് ശേഷം വരുന്ന അഭാജ്യ സംഖ്യയാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് 23 ആണ് അല്ലേ. അപ്പോൾ ഇത് അഭാജ്യ സംഖ്യകളുടെ ശ്രേണിക്ക് ഉള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് പഠിച്ചാൽ നമുക്കിപ്പോൾ അടുത്ത പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് അഡിഷൻ സീരീസ് ആണ്. ഒന്നുമില്ല, എളുപ്പമാണ്. നമ്മൾ സംഖ്യകൾ എന്ത് ചെയ്യാണ്? ഓരോ പദത്തിനോടും ആഡ് ചെയ്ത് പോവാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. എന്താണ് അഡിഷൻ സീരീസ്? ഈ ശ്രേണിയിൽ ഒരു പദത്തോട് ഒരു പ്രത്യേക സംഖ്യ കൂട്ടുമ്പോൾ തൊട്ടടുത്ത പദം ലഭിക്കുന്നു. എളുപ്പമാണല്ലേ. നമ്മൾ സമാന്തര ശ്രേണിയിൽ എന്തായിരുന്നു ചെയ്തത്? ഒരു സംഖ്യ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് പോവാണ്. ആ ആഡ് ചെയ്യുന്ന സംഖ്യ നമ്മൾ എന്താണ് വിളിച്ചിരുന്നത്? പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഡി എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. 2, 5, 8, 11 ഇതാണ് ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുള്ളത് അല്ലേ. ഈ ഒരു ശ്രേണിയുടെ പ്രത്യേകത എന്താണ്? ഇതൊരു അഡീഷൻ സീരീസിന് ഉദാഹരണമാണ്. ഇവിടെ ഏത് സംഖ്യയാണ്? തൊട്ടടുത്ത പദം കണ്ടോ. ഒരു പദത്തോട് ഒരു പ്രത്യേക സംഖ്യ, അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ ഏതാണ് പൊതുവ്യത്യാസമായിട്ട് വരുന്നത്? അല്ലെങ്കിൽ ഏതാണ് ആ സംഖ്യ? ഏത് സംഖ്യ ആഡ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത്? 2നോട് 3 ആഡ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത്. 5നോട് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്? 3 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. അതായത് ഒരു പ്രത്യേക സംഖ്യ എന്നിവിടെ പറയുന്നത് മെൻഷൻ ചെയ്യുന്നത് ഏതാണ്? 3 എന്ന സംഖ്യയാണ്. 2നോട് 3 കൂട്ടുമ്പോൾ 5, 5നോട് 3 കൂട്ടുമ്പോൾ 8, 8നോട് 3 കൂട്ടുമ്പോൾ 11. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. ഈ ഒരു ഉദാഹരണത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ മൂന്നാമത്തെ പോയിന്റ് അല്ലേ. ഇവിടെ ഒരു പദത്തോട് 3 കൂട്ടുമ്പോഴാണ് തൊട്ടടുത്ത പദം കിട്ടുന്നത്. ഇവിടെ 11ന് ശേഷം അപ്പോൾ എന്ത് പദമാണ് വരുന്നതെന്ന് നമുക്ക് പറയാം അല്ലേ. ഇവിടെ 8 + 3 ആണ് 11. അപ്പോൾ 11 + 3 എത്രയാണ്? 14 വരുന്നത്. അതാണ് ഇവിടെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. നമ്മൾ പൊതുവെ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത് എന്താണ്? അടുത്ത പദം ഏതാണ് എന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അഡിഷൻ സീരീസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഏത് സംഖ്യയാണോ അടുത്തടുത്ത പദങ്ങളോട് ആഡ് ചെയ്ത് പോകുന്നത് ആ സംഖ്യ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പദം ഏത് എന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ടൈപ്പ് ഓഫ് സീരീസുകൾ നമ്മൾ ഇത്രയും ടൈപ്പ് ഓഫ് ശ്രേണികൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഡിഫറൻറ്റ് സീരീസ് ആണ്. ടൈപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻറ്റ് സീരീസ് ആണ്. നമ്മൾ അഡിഷൻ സീരീസ് പറഞ്ഞ എന്തായിരുന്നു? ഒരു സംഖ്യ ആഡ് ചെയ്ത് പോകുന്നത് അല്ലേ. ഒരു പദത്തിനോട് ഒരു പ്രത്യേക സംഖ്യ കൂട്ടി എഴുതുന്നതാണ് അടുത്ത പദം എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? കുറയ്ക്കുന്നതായിരിക്കും അല്ലേ, മൈനസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ അതിൻ്റെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈ ശ്രേണിയിൽ ഒരു പദത്തോട് ഒരു പ്രത്യേക സംഖ്യ കുറയ്ക്കുമ്പോൾ തൊട്ടടുത്ത പദം ലഭിക്കുന്നു. ഇത് എന്ത് ശ്രേണിയാണ്? സമാന്തര ശ്രേണി ആയിരിക്കും അല്ലേ. ഒരു സെയിം നമ്പർ തന്നെ ആയിരിക്കണം. പൊതുവ്യത്യാസം നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ 25നോട് ഏത് സംഖ്യ കുറയ്ക്കുമ്പോഴാണ് 20 കിട്ടുന്നത്? 5 കുറയ്ക്കുമ്പോൾ. 20നോട് ഏത് സംഖ്യ കുറയ്ക്കുമ്പോഴാണ്? 15 അല്ലേ. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? -5 ആണ്. 20 - 25 -5 ആണ്. അപ്പോൾ ഒരു പ്രത്യേക സംഖ്യ എന്നിവിടെ പറയുന്നത്, ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഏത് സംഖ്യയാണ്? 5 ആണ് അല്ലേ. 5 കുറച്ച് എഴുതുമ്പോഴാണ് അടുത്ത പദം കിട്ടുന്നത്. അതാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വേറൊരു സംഖ്യ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 10, 8, 6, 4, 2 ഇതെന്താണ്? ഒരു ഡിഫറൻറ്റ് സീരീസിന് ഉദാഹരണമാണ്.
ഇവിടെ എന്താണ് ഞാൻ ചെയ്യുന്നത്? 10നോട് 2 കുറച്ച് ഒരു പ്രത്യേക സംഖ്യ എന്ന് ഇവിടെ പറയുന്നതാണ് 2 ആണ് അല്ലേ. അപ്പോൾ 10നോട് 2 കുറയ്ക്കുമ്പോൾ 8 കിട്ടും, 8നോട് 2 കുറയ്ക്കുമ്പോൾ എനിക്ക് 6 കിട്ടും. അങ്ങനെ അങ്ങനെ. ഇനി അടുത്ത പദം ഏതായിരിക്കും? 2നോട് 2 കുറയ്ക്കുമ്പോൾ 0 ആയിരിക്കും. അങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അടുത്ത പദം ഏത് എന്ന രീതിയിലാണ് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ ഒരുപാട് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ അടുത്ത പദം ഏത് എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നോക്കാം. ടൈപ്പ് 4 സീരീസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണ്. നമ്മൾ അഡീഷൻ പറഞ്ഞു, സബ്സ്ട്രാക്ഷൻ പറഞ്ഞു, ഇനി എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് അടുത്തടുത്ത പദങ്ങൾ ഒരു പ്രത്യേക സംഖ്യ നമ്മൾ എന്ത് ചെയ്യാണ്? ഗുണിക്കുകയാണ്. ഗുണനമാണ് ഇവിടെ വരുന്നത്. ഈ ശ്രേണിയിൽ ഒരു പദത്തോട് ഒരു പ്രത്യേക സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് അടുത്ത പദം ലഭിക്കുന്നു. നമ്മൾ അഡിഷൻ സീരീസിൽ എന്തായിരുന്നു? ആഡ് ചെയ്യുമ്പോൾ അടുത്ത പദം ലഭിക്കും. ഡിഫറൻറ്റ് സീരീസിൽ നമ്മൾ കുറയ്ക്കുമ്പോൾ അടുത്ത പദം ലഭിക്കും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സീരീസിൽ നമ്മളൊരു സംഖ്യയോട് അതിൻ്റെ തൊട്ടടുത്ത പദം ലഭിക്കാൻ എന്ത് ചെയ്യണം? ഒരു പ്രത്യേക സംഖ്യ ഗുണിക്കണം. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് 6, 18, 54, 162. അങ്ങനെയാണെങ്കിൽ അടുത്ത പദം ഏത്? അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? 16/6 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ. 54/18 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അതായത് 6നോട് 3 ഗുണിക്കുമ്പോഴാണ് 18 ലഭിക്കുന്നത്. 18നോട് 3 ഗുണിക്കുമ്പോഴാണ് 54 കിട്ടുന്നത്. 54 × 3 ആണ് 162. അപ്പോൾ അടുത്ത പദം ഏതായിരിക്കും? 162 × 3, അതായത് 486. ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അടുത്ത പദം കിട്ടുന്നത്. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ സീരീസ് എന്ന് പറയുന്നത്. അടുത്തത് ഡിവിഷൻ സീരീസ്. എന്തായിരിക്കും? ഹരണമായിരിക്കും അല്ലേ. അതായത് ഒരു പദത്തോട് ഒരു പ്രത്യേക സംഖ്യ ഹരിക്കുമ്പോൾ തൊട്ടടുത്ത പദം ലഭിക്കുന്നു. ഇവിടെ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാണ്? 768 ഹരിക്കണം 4 ചെയ്യുമ്പോഴാണ് 192 കിട്ടുന്നത്. അടുത്തതോ 48 എങ്ങനെയാണ് കിട്ടുന്നത്? 192 ഹരിക്കണം 4. അപ്പോൾ ഇതാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. 768, 192, 48. ഈ ശ്രേണിയിലെ അടുത്ത പദം എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ 768നെ 4 വെച്ച് ഹരിക്കുമ്പോഴാണ് അടുത്ത പദം കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 48നെ 4 വെച്ച് ഹരിക്കുമ്പോഴാണല്ലോ അടുത്ത പദം എന്ന് പറയുന്നത്. എത്രയാണ് 48 ഹരിക്കണം 4? 12 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 4 എന്ന സംഖ്യ ഹരിക്കുമ്പോഴാണ് നമുക്ക് അടുത്ത സംഖ്യ കിട്ടുന്നത്. അടുത്തത് ടൈപ്പ് 6. ഇതെന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിവിടെ ഒരു ശ്രേണി നമുക്ക് തന്നിട്ടുണ്ട്. 2, 9, 30, 93 എക്സെട്ര. ഇതൊരു സംഖ്യകളുടെ ശ്രേണിയാണ്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത പദം ഏത്? ശ്രേണി ഏതാണ്? 2, 9, 30, 93. ഇതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളിപ്പോൾ അഡിഷൻ, അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ, ഡിഫറൻസ്, ഡിവിഷൻ ഒക്കെ പറഞ്ഞു അല്ലേ. അതിലൊന്നും പെടാത്ത ഒന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ 2നോട് എന്ത് ഗുണിക്കുമ്പോഴാണ് അല്ലെങ്കിൽ കൂട്ടുമ്പോഴാണ് 9 കിട്ടുന്നത്? ഏതോ ഒരു ക്രിയ ചെയ്യുമ്പോഴാണ് 9 കിട്ടുന്നത്. അപ്പോൾ അത് ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. അതായത് 2ഉം 9ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, 2 × 3 + 3 ആണ് 9 എന്ന് പറയുന്നത്. ആണോ? 2 × 3 എത്രയാണ്? 6. 6 + 3 എത്രയാണ്? 9. ഇനി ഈ ഒരു പാറ്റേൺ നമുക്ക് അടുത്തതിൽ ഫോളോ ചെയ്യാം. അതായത് 9 × ഈ രണ്ട് സംഖ്യകൾ തമ്മിലാട്ടോ. 9 × 3 + 3 എത്രയാണ്? 9 × 3 എത്രയാണ്? 27. 27 3 30. അടുത്തത് 30 × 3 + 3 എത്രയാണ്? 30 × 3 എന്ന് പറഞ്ഞാൽ 90 ആണ്. 90 + 3 93. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതേ പാറ്റേൺ ഫോളോ ചെയ്താൽ പോരെ. എന്ത് വരും? 93 × 3 + 3 എത്ര വരും? 93 × 3 എത്രയാണ്? 279. 279നോട് 3 ആഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും? 282 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 282 ആണ് എന്ത്? ഈ ഒരു സംഖ്യയിൽ അടുത്ത പദം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി 282 ആണ്
ഉത്തരം. എപ്പോഴും നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കില്ല, ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഉപയോഗിക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ അടുത്തടുത്തുള്ള സംഖ്യകളിൽ തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കുക. അതേപോലെ തന്നെ ഇതിലൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഗുണിക്കുമ്പോഴാണ് ഇനിയിപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണോ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ ചോദ്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് ഓരോ രീതിയിലായിരിക്കും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ടൈപ്പ് നോക്കാം. n സ്ക്വയർ സീരീസ് ആണ് അടുത്തത്. എന്താണ്, ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് n സ്ക്വയർ സീരീസ് ലഭിക്കുന്നത്. എന്താണ് n സ്ക്വയർ? വർഗ്ഗമാണ് അല്ലേ. നമ്മൾ വർഗവും വർഗ്ഗമൂലം എന്ന ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു എന്താണ് വർഗ്ഗം എന്ന് പറയുന്നത്. ഇപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × 2 ആണ് അല്ലേ. അതേ സംഖ്യ എന്ത് ചെയ്യാണ്, അതേ സംഖ്യ കൊണ്ട് ഗുണിച്ച് എഴുതുന്നതാണ് നമ്മൾ ഒരു സംഖ്യയുടെ വർഗ്ഗം എന്ന് പറയുന്നത്. ഇവിടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് 1, 4, 9, 16, 25, 36. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ മാക്സിമം കുറേ നമ്പറുകളുടെ ക്യൂബും അതേപോലെ തന്നെ സ്ക്വയറൊക്കെ കാണാതെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇതേപോലെ ക്വസ്റ്റ്യൻ തരികയാണ് 1, 4, 9, 16, 25, 36. അടുത്ത പദം ഏത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, അടുത്ത സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഇവിടെ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ n എത്രയാണ്, 1 ആണ്. ഇതോ n2 ആണ്, n3 ആണ്, n4, n = 5, n = 6. ഇവിടെ 1ൻ്റെ സ്ക്വയർ ആണ് 1 എന്ന് പറയുന്നത്, 2ൻ്റെ സ്ക്വയർ ആണ് 4 എന്ന് പറയുന്നത്, 3ൻ്റെ സ്ക്വയർ ആണ് 9 എന്ന് പറയുന്നത്, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36. അപ്പോൾ അടുത്ത പദം ഏതായിരിക്കും, 7 സ്ക്വയർ ആയിരിക്കും അല്ലേ. 7 സ്ക്വയർ എത്രയാണ്, 49. അപ്പോൾ അടുത്ത പദം എന്ന് പറയുന്നത് എന്താണ്, 7 സ്ക്വയർ = 49. അപ്പോൾ ഇതാണ് n സ്ക്വയർ സീരീസ് എന്ന് പറയുന്നത്. അടുത്തത് n സ്ക്വയർ പ്ലസ് n സീരീസ് അല്ലേ. അതായത് ആ സംഖ്യ ഗുണിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്, ആ സംഖ്യ ഒന്ന് ആഡ് ചെയ്യാണ്. അതാണ് n സ്ക്വയർ പ്ലസ് n സീരീസ് എന്ന് പറയുന്നത്. ഈ ശ്രേണിയിൽ സംഖ്യയുടെ വർഗ്ഗം കണ്ടുപിടിച്ചതിന് ശേഷം അതേ സംഖ്യ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. അതാണ് n സ്ക്വയർ പ്ലസ് n സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് 12, 20, 30, 42. ഈ 12നെ എങ്ങനെ മാറ്റി എഴുതിയിട്ടുള്ളത്, 3 സ്ക്വയർ പ്ലസ് 3. ഇവിടെ 3 എന്താണ്, n ആണ് അല്ലേ. n ആണ് ഇവിടെ 3 എന്ന് പറയുന്നത്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 3, 3 സ്ക്വയർ പ്ലസ് 3 കണ്ടോ. 4 സ്ക്വയർ പ്ലസ് 4 ആണ് അടുത്ത സംഖ്യ. 5 സ്ക്വയർ പ്ലസ് 5 ആണ് 30 എന്ന് പറയുന്നത്. 3 സ്ക്വയർ എത്രയാണ്, 9. 9ഉം 3ഉം 12. അതാണ് ഒന്നാമത്തെ സംഖ്യ. ഇനി 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 16ഉം 4ഉം അതേ സംഖ്യയാണ് ആഡ് ചെയ്യുന്നത്. 16ഉം 4ഉം 20. അടുത്തത് 5 സ്ക്വയർ പ്ലസ് 5. 5 സ്ക്വയർ 25 ആണ്. 25ഉം 5ഉം 30. 42 എങ്ങനെയാണ് കിട്ടുന്നത്, 6 സ്ക്വയർ പ്ലസ് 6, അതായത് 36, 6 എത്രയാണ്, 42 ആണ്. അപ്പോൾ അടുത്ത പദം എന്തായിരിക്കും, 7 സ്ക്വയർ പ്ലസ് 7 ആയിരിക്കും. എന്തായിരിക്കും, 7 സ്ക്വയർ പ്ലസ് 7 ആയിരിക്കും. അതായത് 49 പ്ലസ് 7 ആയിരിക്കും. എത്രയാണ് 49 പ്ലസ് 7 എന്ന് പറയുന്നത്, 56 ആണ്. അപ്പോൾ ഈ ശ്രേണിയിലെ അടുത്ത പദം എന്ന് പറയുന്നത് എന്താണ്, 56 ആണ്. അപ്പോൾ ഇതാണ് n സ്ക്വയർ പ്ലസ് n സീരീസ് എന്ന് പറയുന്നത്. അടുത്തത് n സ്ക്വയർ മൈനസ് n സീരീസ്. നമ്മൾ പ്ലസ് പഠിച്ചു, മൈനസ് എന്തായിരിക്കും, ആ സംഖ്യയുടെ വർഗ്ഗം കണ്ടതിന് ശേഷം ആ സംഖ്യ തന്നെ അതിൽ നിന്ന് കുറയ്ക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇവിടെ ഈ ശ്രേണിയിൽ സംഖ്യയുടെ വർഗ്ഗത്തിൽ നിന്ന് അതേ സംഖ്യ എന്ത് ചെയ്യുകയാണ്, കുറയ്ക്കുകയാണ്. ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട് 56, 42, 30, 20. ഇത് കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താ, സംഖ്യ കുറയ്ക്കുകയാണെന്ന് മനസ്സിലാവണം. ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്, 8 സ്ക്വയർ മൈനസ് 8 ആണ് എന്ത്, 56 എന്ന് പറയുന്നത്. 42 എങ്ങനെയാണ് കിട്ടിയത്, 7 സ്ക്വയർ മൈനസ് 7 ആണ്. 30 എന്താണ്, 6 സ്ക്വയർ മൈനസ് 6 ആണ്. 20 കിട്ടിയതോ 5 സ്ക്വയർ മൈനസ് 5. അങ്ങനെയാണെങ്കിൽ അടുത്ത പദം എന്തായിരിക്കും, 4 സ്ക്വയർ മൈനസ് 4. ഇവിടെ n എത്രയാണ്, 4 ആണ് അല്ലേ. ഇവിടെ ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ടാണ് n എന്ന് പറയുന്നത് 4 ആണ്. അടുത്ത പദം എന്ന് പറയുന്നത് 4 സ്ക്വയർ മൈനസ് 4 ആയിരിക്കും. അതായത് 16 മൈനസ് 4, 12 എന്ന് നമുക്ക് അടുത്ത പദം
കിട്ടും. അടുത്ത പദം എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. PSC ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ് PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. നമ്മുടെ ആപ്ലിക്കേഷനിൽ വിവിധ ലെവലുകളിൽ, അതായത് LP UP 7th 10th 12th ഡിഗ്രി ലെവൽ, ഈ ലെവലുകളെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് MCQയും അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ ഓരോ ലെവലിലെയും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ ഓൺഗോയിങ് ആണ്. നമ്മുടെ സ്റ്റഡി പ്ലാനുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണ് തരം, അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാം, PSCയിലെ NCERT SCERT ചാപ്റ്റേഴ്സ് ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വരെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് SCERT NCERT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ ആണ് SCERT ഗാല എന്ന് പറയുന്ന 69 ദിവസത്തെ ഇന്ററാക്റ്റീവ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. സ്റ്റഡി പ്ലാനിൽ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള മുഴുവൻ പാഠഭാഗങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 27ാം തീയതി മുതൽ ഇത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഉടനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാനുകളെല്ലാം ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട്. 890 രൂപയാണ് 6 മാസത്തേക്ക് വരുന്നത്. എന്നാൽ 5% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് ഐറൺ ഡിസ്കൗണ്ട് 5 എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ഇനി അടുത്ത ടൈപ്പ് ഓഫ് സീരീസ് ഏതാണ്? n²+1 സീരീസ് ആണ് അല്ലേ? ഇതിലെന്താണ് പറയുന്നത് നോക്കിയാലോ. ഈ ശ്രേണിയിൽ സംഖ്യയുടെ വർഗത്തിനോട് എന്ത് ചെയ്യുന്നു? 1 ആഡ് ചെയ്യാണ് അല്ലേ? എന്താണ്? 1 ആഡ് ചെയ്യാണ്. നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞത് n ആഡ് ചെയ്യായിരുന്നു. ഇവിടെ എന്താണ്? n-ന്റെ സ്ഥാനത്ത് 1 ആണ് അല്ലേ? അതിൻ്റെ ഒരു ഉദാഹരണമാണ് 2, 5, 10, 17 എന്ന് പറഞ്ഞിട്ടൊരു ശ്രേണി കൊടുത്തിട്ടുണ്ട്. ഇതിൽ അടുത്ത പദം, അതായത് 17 കഴിഞ്ഞിട്ടുള്ള പദം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇവിടെ ഈ ഒരു പാറ്റേൺ നമുക്ക് ചെയ്തു നോക്കാം അല്ലേ? ഇവിടെ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 എങ്ങനെയാണ് കിട്ടിയത്? 1² + 1 ചെയ്തപ്പോഴാണ് 2 കിട്ടിയത്. ഇനി 5 കിട്ടിയത് 2², അതായത് ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2² + 1, അതിൻ്റെ വർഗം എടുത്തിട്ട് 1 ആഡ് ചെയ്യാം. ഓക്കെ. അടുത്തത് 3² + 1 ആണ് 10, 4² + 1 ആണ് 17. അങ്ങനെയാണെങ്കിൽ അടുത്ത പദം എന്തായിരിക്കും? 5² + 1, അതായത് 25 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 26 ആണ്. അടുത്ത പദം എന്ന് പറയുന്നത് എത്രയാണ്? 26 ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അടുത്ത പദം ഇത്ര എളുപ്പത്തിൽ കിട്ടിയത്. ഇതാണ് n²+1 സീരീസ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. 12ാമത്തെ ടൈപ്പാണ് അല്ലേ? ഇവിടെ n²-1 സീരീസ് ആണ്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞത് n²+1 ആണെങ്കിൽ ഇത് n²-1 ആണ്. എന്താണ് പ്രത്യേകത? അതിൻ്റെ വർഗം എടുത്തിട്ട്, ഇപ്പം n ആണെങ്കിൽ അതിൻ്റെ വർഗം എടുത്തിട്ട് എന്ത് ചെയ്തു? -1 ചെയ്തു അല്ലേ? ഇവിടെ എക്സാമ്പിൾ ഉദാഹരണം തന്നിട്ടുണ്ട്. വർഗത്തിനോട് 1 കുറയ്ക്കുന്നു. 15, 24, 35, 48. ഇതിലടുത്ത പദം എന്തായിരിക്കും? ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? n²-1. ഇവിടെ n ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം 15 എങ്ങനെയാണ് കിട്ടിയത്? 4² - 1. ഇവിടെ n എത്രയാണ്? 4 ആണ്. അടുത്ത സംഖ്യ 24 ആണ്. 24 എങ്ങനെയാണ് കിട്ടിയത്? 5² - 1. ഇവിടെ n എന്ന് പറയുന്നത് 5 ആണ്. അടുത്തത് 6² - 1 ആണ് 35. അതേപോലെ 7² - 1 ആണ് 48. അപ്പോൾ അടുത്ത പദം ഏതായിരിക്കും? 8² - 1. 8² 64 - 1 എത്രയാണ്? 63. അടുത്ത പദം എന്ന് പറയുന്നത് 63 ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത സീരീസ് ഏതാണെന്ന് നോക്കാം. ടൈപ്പ് 13 ആണ് n³ സീരീസ്. n² പോലെ തന്നെയാണ് അല്ലേ? n³ സീരീസ്. ഇവിടെ എന്താണ് പ്രത്യേകത? 3 പ്രാവശ്യം ഒരു സംഖ്യയെ ഗുണിക്കുന്നതാണ്. ഓക്കെ. ഈ ശ്രേണി സംഖ്യകളുടെ ത്രിവർഗം, ക്യൂബ്
കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വർഗം പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ. ഇവിടെ എന്താണ് 3 പ്രാവശ്യം ആ സംഖ്യയെ ഗുണിക്കുന്നുണ്ട്, അതാണ് n ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 27, 64, 125, 216. അങ്ങനെയാണെങ്കിൽ അടുത്ത പദം ഏതായിരിക്കും? 27 എന്ന് പറയുന്നത് എന്താണ്? ഏത് സംഖ്യയുടെ ക്യൂബാണ്? 3ന്റെ ക്യൂബാണ് അല്ലേ. അതായത് ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. അടുത്തത് 4 ക്യൂബാണ് 64 എന്ന് പറയുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. 5 ക്യൂബാണ് 125, 6 ക്യൂബാണ് 216. അപ്പോൾ അടുത്ത പദം ഏതായിരിക്കും? 7 ക്യൂബായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. 7 ക്യൂബിൻ്റെ വാല്യൂ എത്രയാണ്? 343. അപ്പോൾ അടുത്ത പദം എത്രയാണ്? 343 ആണ്. എളുപ്പമാണ് അല്ലേ. അടുത്തത് നോക്കാം. n ക്യൂബ് പ്ലസ് n സീരീസ്. നമ്മൾ n² പ്ലസ് n സീരീസ് പറഞ്ഞ പോലെ തന്നെ എന്താണ്? n ക്യൂബ് പ്ലസ് n സീരീസ്. ഇവിടെ എന്താണ് വരിക? ഈ ശ്രേണിയിൽ സംഖ്യയുടെ ത്രിവർഗവും അതേ സംഖ്യയും തമ്മിൽ കൂട്ടുന്നു. ഏത് സംഖ്യയുടെയാണോ ക്യൂബ് കണക്കാക്കുന്നത് ആ സംഖ്യ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. ഉദാഹരണം നോക്കിയാലോ. 30, 68, 130, 222. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 3 ക്യൂബ് പ്ലസ് 3 ആണ് 30 എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ n എത്രയാണ്? അപ്പോൾ 3 ആണ്. അടുത്തത് 4 ക്യൂബ് പ്ലസ് 4 ആണ് 68 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ n എത്രയാണ്? 4 ആണ്. ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇനി 5 ക്യൂബ് പ്ലസ് 5 എത്രയാണ്? 130. 222 കിട്ടിയത് എങ്ങനെയാണ്? 6 ക്യൂബ് പ്ലസ് 6 ആണ്. അപ്പോൾ അടുത്ത സംഖ്യ എന്തായിരിക്കും? 7 ക്യൂബ് പ്ലസ് 7 ആയിരിക്കും. 7 ക്യൂബ് പ്ലസ് 7 ആയിരിക്കും. എത്രയാണ് 7 ക്യൂബ് പ്ലസ് 7? 350. 343 ആണ് 7 ക്യൂബ് എന്ന് പറയുന്നത്. ഒരു 7 കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 350 ആവുകയാണ്. അടുത്ത പദം എത്രയാണ്? 350. ഓക്കെ ആണല്ലോ. അടുത്തത് n ക്യൂബ് മൈനസ് n. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാണ്? -c ആണ്. ആ സംഖ്യ ഏത് സംഖ്യയുടെയാണോ ക്യൂബ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ സംഖ്യ എന്ത് ചെയ്യാണ്? ക്യൂബിൽ നിന്ന് നമ്മൾ -c ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ത്രിവർഗത്തിൽ നിന്ന് അതേ സംഖ്യ കുറയ്ക്കുന്നു. ഇനി ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ശ്രേണി നോക്കാം. 24, 60, 120, 210. അടുത്ത സംഖ്യ ഏതായിരിക്കും? ഈ n ക്യൂബ് മൈനസ് n വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 24നെ n ക്യൂബ് മൈനസ് n എന്ന രീതിയിൽ മാറ്റി എഴുതിയപ്പോൾ എന്തായി? 3 ക്യൂബ് മൈനസ് 3 ആയി അല്ലേ. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അടുത്ത 60 എങ്ങനെയാണ് കിട്ടിയത്? 4 ക്യൂബ് മൈനസ് 4. 4 ക്യൂബ് മൈനസ് 4 ആണ് 60. 120 കിട്ടിയത് 5 ക്യൂബ് മൈനസ് 5 ആണ്. അതേപോലെ 6 ക്യൂബ് മൈനസ് 6 ആണ് 210 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത സംഖ്യ എന്തായിരിക്കും? 7 ക്യൂബ് മൈനസ് 7 ആയിരിക്കും. അതായത് 343 മൈനസ് 7 എത്രയാണ് വരിക? 336 ആണ് അടുത്ത പദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അടുത്ത പദം കണ്ടുപിടിച്ചത്. അടുത്ത സീരീസ് ഏതാണ്? n ക്യൂബ് പ്ലസ് 1 ആണ്. എന്ത് ചെയ്യാണ്? n ക്യൂബ് കണ്ടുപിടിക്കുക. ആ സംഖ്യയുടെ ത്രിവർഗം കണ്ടുപിടിച്ചതിന് ശേഷം 1 ആഡ് ചെയ്യാണ് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ത്രിവർഗത്തിനോട് 1 കൂട്ടുന്നു. ഇവിടെ ഉദാഹരണം പറയുന്നത് എന്താണ്? 2, 9, 28, 65. ഇവിടെ 2 എങ്ങനെയാണ് കിട്ടിയത്? 9 എങ്ങനെയാണ് കിട്ടിയത്? ഈ ഒരു സീരീസ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. n ക്യൂബ് പ്ലസ് 1. ഇവിടെ 2 എങ്ങനെയാണ് കിട്ടിയത്? 1 ക്യൂബ് പ്ലസ് 1 ആണ്. അതായത് ഇവിടെ n എന്ന് പറയുന്നത് 1 ആണ്. അടുത്തത് 2 ക്യൂബ് പ്ലസ് 1. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8. 8 1 9. അതാണ് ഇവിടെ 9 കിട്ടിയത്. ഇനി 3 ക്യൂബ് എത്രയാണ്? 27. 27 1 28. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64. 64 1 65. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. 1 ക്യൂബ് പ്ലസ് 1, 2 ക്യൂബ് പ്ലസ് 1 ചെയ്തപ്പോൾ രണ്ടാമത്തെ സംഖ്യ, 3 ക്യൂബ് പ്ലസ് 1 ചെയ്തപ്പോൾ മൂന്നാമത്തെ സംഖ്യ, 4 ക്യൂബ് പ്ലസ് 1 ചെയ്തപ്പോൾ നാലാമത്തെ സംഖ്യ. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ സംഖ്യ എന്തായിരിക്കും? 5 ക്യൂബ് പ്ലസ് 1. 5 ക്യൂബ് എത്രയാണ്? 125 പ്ലസ് 1 എന്ന് പറയുന്നത് 126 ആണ്. അപ്പോൾ അടുത്ത പദം എന്ന് പറയുന്നത് 126 ആണ്. അടുത്ത സീരീസ് n ക്യൂബ് മൈനസ് 1.
+1 മാറി ഇവിടെ എന്തായി? -1 ത്രിവർഗത്തിനോട് 1 കുറയ്ക്കുന്നു. അതാണ് ഈ സീരീസിൻ്റെ പ്രത്യേകത. ഇവിടെ ഉദാഹരണം 0, 7, 26, 63. ഇവിടെ 0, 7 ഈ സംഖ്യകളൊക്കെ 26, 63 ഈ സംഖ്യകളൊക്കെ എങ്ങനെയാണ് കിട്ടിയത്? ഈ ഒരു മെത്തേഡ്, ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ്. 0 എന്ന് പറയുന്നത് എന്താണ്? 1 ക്യൂബ് എത്രയാണ്? 1 തന്നെയാണ് അല്ലേ? അതിനോട് 1 കുറച്ചാൽ എത്ര കിട്ടി? 0 ആയില്ലേ? അടുത്തത് 2. 2 ക്യൂബ് 8 ആണ്. 8ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 7. 3 ക്യൂബ് 27. 27ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 26. 4 ക്യൂബ് 64. 64 - 1 63. അങ്ങനെയാണെങ്കിൽ അടുത്ത പദം എന്തായിരിക്കും? 1, 2, 3, 4 അല്ലേ? അഞ്ചാമത്തെ പദം എന്തായിരിക്കും? 5 ക്യൂബ് -1. അതായത് 125 - 1 എന്ന് പറയുന്നത് എത്രയാണ്? 124 ആണ്. അതായത് 63ന് ശേഷമുള്ള പദം എന്ന് പറയുന്നത് 124 ആയിരിക്കും. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇത് ഏത് ടൈപ്പ് സീരീസ് ആണ്? n³ -1 ഈ ടൈപ്പ് സീരീസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ലാസ്റ്റ് ടൈപ്പ് ഓഫ് നമ്പർ സീരീസ് ആണ്. സംഖ്യാ ശ്രേണികളിലെ അവസാനത്തെ ടൈപ്പാണ് ഇനി നമ്മൾ പറയുന്നത്. അതാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. എന്താണ് ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ പ്രത്യേകത എന്ന് നോക്കിയാലോ? ഇത് 2 വ്യത്യസ്ത ശ്രേണികളുടെ കോമ്പിനേഷൻ ആയിരിക്കും. എന്താണ്? 2 വ്യത്യസ്തമായിട്ടുള്ള ശ്രേണികളുടെ കോമ്പിനേഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് പ്രത്യേക പാറ്റേൺ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ശ്രേണി തന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പാറ്റേൺ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ n³ +1 n³ -n എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സീരീസ് പഠിച്ചില്ലേ? ആ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? അടുത്ത പദം കണ്ടുപിടിക്കാനായിട്ട് പറ്റി. പക്ഷെ ഇവിടെ എന്താണ്? 2 ശ്രേണികളുടെ കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് എന്താണ്? നമുക്ക് 2 ശ്രേണികളും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 23, 32, 28, 35, 33, 38, 38 എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ എന്താണ്? ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ 2 ശ്രേണികളുടെ കോമ്പിനേഷൻ ആണ്. അത് ഏതൊക്കെ ശ്രേണികളാണ് എന്നാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇവിടെ ഒന്നാമത്തെ ശ്രേണി തന്നിട്ടുണ്ട് 23, 28, 33, 38. ഇതാണല്ലോ വരിക. ഈ 38 അല്ല, ഇതായിരിക്കും വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഖ്യയുണ്ട് 38. ഇതാണ് വരുന്നത്. അടുത്ത സംഖ്യ എവിടെ വരും? ഇവിടെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ ഈ ഒരു ശ്രേണിയുടെ പ്രത്യേകത എന്താണ്? ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസിലെ ഒന്നാമത്തെ ശ്രേണിയാണ്. ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു ശ്രേണിയുണ്ട്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ശ്രേണികളുടെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞില്ലേ? ഇതിൽ ഒരു ശ്രേണി നമുക്ക് കിട്ടി, അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ശ്രേണി ഉണ്ട്. ആദ്യം നമുക്ക് ഈ ശ്രേണിൻ്റെ സ്പെഷ്യാലിറ്റീസ് നോക്കാം. 23, 28, 33, 38 അല്ലേ? അടുത്ത നമ്പർ ഏതായിരിക്കും? എളുപ്പമാണ്. എന്താണ്? ആദ്യത്തെ സംഖ്യയുടെ 5 കൂട്ടിയപ്പോഴാണ് 28 കിട്ടിയത്. 28 + 5 ആണ് 33. 38 + 5 ആണ് 38. അപ്പം അടുത്ത സംഖ്യ ഏതായിരിക്കും? 38 + 5 ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് 43 ആണ്. 43 ഇത് ഇവിടെ വരും. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഖ്യ വരും. ഓക്കെ ആണല്ലോ. അത് ഇനി അടുത്ത ശ്രേണി നോക്കാം. ഏതാണ്? 32, 35, 38. അടുത്ത സംഖ്യ ഏതാണ് വരുന്നത്? ഇവിടെ ഈ പദങ്ങളോട് 3 കൂട്ടുമ്പോഴാണ് അടുത്ത സംഖ്യ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 32 + 3 ആണ് 35, 38 + 3 ആണ് 41 എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്ത് വരും? 41 വരും. അപ്പം നമ്മൾ 2 സംഖ്യകൾ കണ്ടുപിടിച്ചു അല്ലേ? ഇവിടെ 2 ശ്രേണികൾ ഉണ്ടായിരുന്നു. ആ 2 ശ്രേണികളും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി എഴുതി. എന്നിട്ട് ആ ശ്രേണികൾ തമ്മിലുള്ള റിലേഷൻ നോക്കി. അങ്ങനെയാണ് നമുക്ക് 2 ശ്രേണികളിലും പൊതുവ്യത്യാസം എന്ന രീതിയിൽ 5ഉം അതേപോലെ 3 എന്ന സംഖ്യകൾ കിട്ടിയത്. അത് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അടുത്ത 2 സംഖ്യകൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ അക്ഷരശ്രേണി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം DEGJN. അങ്ങനെയാണെങ്കിൽ ഇതൊരു ശ്രേണിയാണ് അല്ലേ? ഈ ശ്രേണിയിൽ അടുത്തത് വരുന്നത് ഏതാണ്? അതാണ് ഇവിടെ ബ്ലാങ്ക് സ്പേസ് ഇട്ടിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ A S ആണെന്ന് പറയുന്നു. ഓപ്ഷൻ B P, ഓപ്ഷൻ C R, ഓപ്ഷൻ D Q ആണെന്ന് പറയുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്ക് ആൽഫബറ്റ്സ് ഒന്ന് എഴുതാം. A B C D E F G H I J K L M N
OPQRST. ഓക്കെ, ഇത് മതി. ഇവിടെ DE ഒന്ന് റൗണ്ട് ചെയ്യുക. DEGJ പിന്നീടോ N. ഇത്രയും സംഖ്യകളാണല്ലോ വരുന്നത്. DEGJN. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, ഇവിടെ ഡിനോട് 1 ആഡ് ചെയ്തപ്പോഴാണ് ഇ കിട്ടിയത്. ഒരു പ്ലേസ് മാറ്റിയപ്പോഴാണ് ഇ കിട്ടിയത്. ഈനോട് എത്ര സ്ഥാനം മാറ്റിയപ്പോഴാണ് 2 ആണ് അല്ലേ. ഇവിടെ എന്താ സംഭവിക്കുന്നത് സത്യത്തിൽ ഈ ശ്രേണിയിൽ? ഇവിടെ എണ്ണൽ സംഖ്യകളുടെ ക്രമത്തിലെ അക്ഷരങ്ങളോട് എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. ഇവിടെ ഡിനോട് 1 കൂട്ടുമ്പോൾ ഇ കിട്ടുകയാണ്. ഈനോട് 2 ആഡ് ചെയ്യുമ്പോൾ 2 സ്ഥാനം മാറിയിട്ടുള്ള ജി കിട്ടുകയാണ്. ജിനോട് 3 ആഡ് ചെയ്യുമ്പോൾ 3 സ്ഥാനം മാറി നിൽക്കുന്ന ജെ കിട്ടുകയാണ്. ജെയിനോട് 4 ആഡ് ചെയ്യുമ്പോൾ, അതായത് KLMN 4ാമത്തെ സ്ഥാനത്തുള്ള എൻ കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്നിനോട് എത്ര ആഡ് ചെയ്യണം? 5 ആഡ് ചെയ്യണം. 1 2 3 4 5. അപ്പോൾ S എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, S ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കാര്യം ആരും മറക്കണ്ട. PSC ഉദ്യോഗാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രേണികളെ പറ്റിയാണ് പഠിച്ചത്. മാത്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശ്രേണികൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് പ്രധാനമായിട്ടും സംഖ്യാശ്രേണികളെ പറ്റിയും അതേപോലെ തന്നെ അക്ഷരശ്രേണികളെ പറ്റിയാണ് പറഞ്ഞത്. എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.